പ്രളയക്കെടുതിയിൽ വലയുന്ന അസമിനെ സഹായിക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി. ദുരിതബാധിതർക്ക് ഉദാരമായി പിന്തുണ നൽകണമെന്ന് രാജ്യത്തുടനീളമുള്ള രൂപതകൾ, സന്യാസ സമൂഹങ്ങൾ, ഇടവകകൾ, കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സുമനസ്സുകൾ എന്നിവരോട് CBCI അഭ്യർത്ഥിച്ചു. കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജൂലൈ 19 ആരംഭിച്ച ശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രളയത്തിൽ 85ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്തു. 7 ലക്ഷം മക്കൾ ഡിസ്പ്ലേസ് ആയി. 2 ലക്ഷം മക്കളുടെ വീടൊക്കെ വെള്ളത്തിന്റെ അകത്ത് പോയി. ഒത്തിരി പേര് മരിച്ചുപോയി. 200 പേര് കാണാമലും മിസ്സിംഗ് റിപ്പോർട്ടായിട്ടുണ്ട്. വീടുകള് ടൗണിലെ എല്ലാം മണ്ണ് വന്ന് കുമിഞ്ഞുപോയി. വീടുകൾ, കൃഷിയിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവ തകർന്നു. പ്രകൃതി ദുരന്തം 2.5 ലക്ഷത്തോളം ആളുകളെ നേരിട്ട് ബാധിച്ചു. ചിലയിടങ്ങളിൽ വെള്ളമിറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും 75,583 പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. 437 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. 17,198 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ശുദ്ധജലം, ഭക്ഷണം, ശുചിത്വ സാധനങ്ങൾ എന്നിവ അടിയന്തരമായി ആവശ്യമാണെന്ന് CBCI വ്യക്തമാക്കി. ദ്രിബുഗഡ് രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സേവാകേന്ദ്രയുമായി സഹകരിച്ച് കാരിത്താസ് ഇന്ത്യ അടിയന്തര സഹായങ്ങൾ എത്തിച്ചിരുന്നു. എല്ലാ വോളണ്ടിയേഴ്സും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഡയസിസ് ഓഫ് ഡിബ്രുഗഡ് ഞങ്ങളുടെ ബിഷപ്പും പിന്നെ ഫാദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ റിലീജിയസ് ഒക്കെ ഇൻവോൾവ് ആയി ഇപ്പോൾ റിലീഫ് വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി വരുന്ന നാളാണ് കഷ്ടം. പിന്നെ അവരുടെ വീടൊക്കെ പോയി. ഇനി അവരുടെ വീടിന് ചെയ്യാനായിട്ടും പിന്നെ അവരുടെ ഒരു നിലയ്ക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങള് നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ടും നിങ്ങളുടെ സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിബ്രുഗഡ് രൂപതയിലെ ബിഷപ്പിനോട് നിങ്ങൾ തുടർബ് കൊള്ളാനായിട്ട് ഞാൻ നിങ്ങളുടെ കൃപയെ നോക്കുന്നുണ്ട്. CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പോളയും കാരിത്താസ് ഇന്ത്യ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ലിനസ് നെല്ലിയും പ്രളയബാധിതരെ ഉദാരമായി സഹായിക്കാൻ ആഹ്വാനം ചെയ്തു. പ്രാർത്ഥനയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും ദുരന്തമുഖത്ത് കാരുണ്യത്തിന്റെ മാതൃകകളാകണമെന്ന് മെത്രാൻ സമിതി അഭ്യർത്ഥിച്ചു.